പഠനം എളുപ്പമാക്കാൻ, പഠനത്തെ ആസ്വാദകരമാക്കാൻ ഈ വീഡിയോ മുഴുവൻ കേൾക്കുക. പല കാരണങ്ങൾ കൊണ്ട് പഠനം മോശം ആകാം. പഠിക്കാൻ മടി ആയതിനാൽ, എങ്ങനെ പഠിക്കണം എന്ന് അറിയില്ലാത്തതിനാൽ, അതല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഉള്ളതിനാൽ പഠനം മോശമാകാൻ ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടായേക്കാം. മടി മാറ്റാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പഠിക്കുക എന്നതിനെ ഒരു ഉത്തരവാദിത്തമെന്ന രീതിയിലും ആസ്വാദകരമായ രീതിയിലും സമീപിക്കുന്ന മാനസികതലം സ്വയം ഉണ്ടാക്കുക. ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടമുള്ള കുറെ വിഷയങ്ങൾ ഉണ്ടാകുമല്ലോ. ക്രിക്കറ്റ്, ഫുട്ബോൾ, ചെസ്, ക്യാരംസ് എന്നിങ്ങനെ ഇഷ്ടമുള്ള കളികൾ, അതല്ലെങ്കിൽ പാട്ട് കേൾക്കുക, വ്ലോഗ് ചെയ്യുക, വിനോദസഞ്ചാരം എന്നിങ്ങനെ ഓരോ ഇഷ്ടവിഷയങ്ങൾ ഓരോരുത്തർക്കും കാണുമല്ലോ. അത്തരം ഇഷ്ടവിഷയങ്ങളെ സമീപിക്കുന്ന അതേ മാനസിക തലത്തോടെയും ഉത്സാഹത്തോടെയും പഠനത്തെയും കൈകാര്യം ചെയ്യണം. ഇങ്ങനെ മടി മാറിക്കഴിയുമ്പോൾ തന്നെ പകുതി പ്രശ്നം മാറിക്കിട്ടും. ഇനി എങ്ങനെ പഠിക്കണം എന്ന് അറിയില്ലാത്തതിനാൽ, അതല്ലെങ്കിൽ ഓർമ്മക്കുറവ് ഉള്ളതിനാലൊക്കെ പഠനത്തിൽ മോശം ആകുന്നത് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. എന്താണ് പഠനം എന്ന് ആദ്യം ഒന്ന് വിലയിരുത്താം. കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ കണ്ടോ, കേട്ടോ, വായിച്ചോ ഒക്കെ മനസ്സിലാക്കുക, അവയെ ആവശ്യം ഉള്ളപ്പോൾ ഓർത്തെടുത്ത് ഉപയോഗിക്കുക. പഠനത്തെ ലളിതമായി ഇങ്ങനെ പറയാം. അതിന് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കുക. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം എല്ലാം ഓർത്തിരിക്കണം എന്നില്ല. അതിനാൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് ഗൃഹപാഠം അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യണം. ഇനി എങ്ങനെ പഠിക്കണം എന്ന് നോക്കാം. ആദ്യം ഒരു ഖണ്ഡികയിലെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെ, അതിലെ ആശയങ്ങളെ അപ്പോൾ തന്നെ ഓർത്തെടുക്കാൻ നോക്കുക. ഓർത്തെടുക്കുവാൻ പറ്റിയെങ്കിൽ ആ കാര്യം ശരിയാണോ എന്നറിയാൻ വീണ്ടും വായിച്ചു ഉറപ്പുവരുത്തുക. ഇനി ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും ആ പാരഗ്രാഫ് വായിച്ചു അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക, വീണ്ടും അവയെ ഓർത്തെടുക്കുവാൻ നോക്കുക. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കുക, അവയെ ഓർത്തെടുക്കുക എന്നീ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ചെയ്യണം. ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഓർത്തെടുക്കുവാൻ ആദ്യമൊക്കെ കൂടുതൽ ആവർത്തനം വേണ്ടിവന്നേക്കാമെങ്കിലും ഏതാനും ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും. ഇങ്ങനെ ഗൃഹപാഠം ചെയ്യുമ്പോൾ അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും വാചകങ്ങളുടെ അർത്ഥവും ഗ്രാമറുമൊക്കെ ശരിയായി തന്നെ മനസ്സിലാക്കണം. എന്നാൽ ബുക്കിൽ ഉള്ളപോലെ തന്നെ അച്ചടി വാക്കുകൾ അതേപോലെ മനസ്സിലാക്കേണ്ടതില്ല. അവയിൽ ഉള്ള അറിവുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയാകും. ഈ രീതിയിൽ ഓരോ പാരഗ്രാഫ് പഠിച്ച് ഒരു പാഠം അല്ലെങ്കിൽ ലെസൺ പൂർത്തിയാക്കുക. അതിനുശേഷം ഒരു പാഠത്തിൽ ഉള്ള കാര്യങ്ങൾ മുഴുവനായി ഒന്ന് ഓർത്തെടുക്കുവാൻ നോക്കുക. ഓർത്തെടുക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഭാഗം വീണ്ടും വായിച്ച് മനസ്സിലാക്കുക. അതായത് പഠനം എന്നാൽ വെറും വായനയോ കേൾവിയോ കാണാപാഠം പഠിക്കലോ അല്ല. കാര്യങ്ങൾ, അറിവുകൾ, ആശയങ്ങൾ എന്നിവയെ മനസ്സിലാക്കുകയും അവയെ ഓർത്തെടുക്കുകയും ചെയ്യുക എന്നീ രണ്ട് കാര്യങ്ങളായിരിക്കണം പ്രധാനമായും പഠനത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ആദ്യത്തെ ഏതാനും ദിവസം ഈ രീതി വിഷമം പിടിച്ചതായി ചിലർക്ക് തോന്നിയേക്കാം. എന്നാൽ അത് കാര്യമാക്കേണ്ടതില്ല. എന്തെന്നാൽ 3-4 ദിവസങ്ങൾ കഴിയുമ്പോൾ ആ രീതിയോട് ഓരോരുത്തരും ശീലിക്കും. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാനായി ഈ വീഡിയോ ഏതാനും തവണ വീണ്ടും കാണുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും ലഭിക്കുവാനായി സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി.